ഗൗതിയും എറ്റ് സ്പെസ്, സന്തോഷവും പ്രത്യാശയും. സഭ ആധുനിക യുഗത്തിൽ എന്ന പാസ്റ്ററൽ കോൺസ്റ്റിറ്റ്യൂഷൻ. ആഴത്തിലുള്ള പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന വത്തിക്കാൻ കൗൺസിൽ രേഖകളെ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ കാലിക പ്രസക്തിയുള്ള അർത്ഥങ്ങൾ കണ്ടെത്താനാകുമെന്നത് കൗൺസിൽ രേഖകളുടെ പുനർവായനയ്ക്ക് പ്രചോദനമേകുന്നു. മിശിഹായുടെ സഭയുടെ തനിമ മനസ്സിലാക്കുവാൻ ഉറവിടങ്ങളിലേക്ക് തിരികെ പോവുക, കാലഘട്ടത്തിൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കി സഭയെ നവീകരിക്കുക എന്നീ അടിസ്ഥാനപരമായ വീക്ഷണങ്ങളോടെയാണ് ജോൺ 23-ാം പാപ്പ രണ്ടാം വത്തിക്കാൻ സുനഹദോസ് വിളിച്ചുകൂട്ടിയത് എന്നത് ഇന്ന് സിനഡാത്മക ചൈതന്യത്തോടുകൂടി ജൂബിലി വർഷത്തിലായിരിക്കുന്ന സഭയ്ക്ക് ഏറെ പ്രയോജനപ്രദം തന്നെയാണ്. 1962 ഒക്ടോബർ 11 മുതൽ 1965 ഡിസംബർ 8 വരെ സഭയിൽ വലിയ നവീകരണത്തിന് തുടക്കം കുറിച്ച 21ാമത്തെ സാർവത്രിക സുനഹദോസായ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മൗലിക പ്രബോധനങ്ങൾ അവതരിപ്പിക്കുന്ന 4 പ്രമാണരേഖകൾ സഭയുടെ ജീവിതത്തെയും ദൗത്യത്തെയും കുറിച്ചുള്ള 9 അനുജ്ഞാനവനങ്ങൾ, മനുഷ്യ സമൂഹത്തെ സംബന്ധിക്കുന്ന പൊതുവിഷയങ്ങളെക്കുറിച്ചുള്ള 3 പ്രഖ്യാപനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന 16 പ്രബോധന രേഖകളാണ് പുറപ്പെടുവിച്ചത്. ഇവയിൽ സന്തോഷവും പ്രത്യാശയും, ഗൗതിയും എറ്റ് സ്പെസ് എന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സഭ ആധുനിക യുഗത്തിൽ എന്ന പാസ്റ്ററൽ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഘടന. പ്രാരംഭ വിഷയാവതരണത്തോടുകൂടി ആരംഭിക്കുന്ന ഈ പ്രമാണരേഖയ്ക്ക് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാം ഭാഗത്ത് സഭയും മനുഷ്യൻ്റെ വിളിയും എന്ന വിഷയത്തെക്കുറിച്ചും രണ്ടാം ഭാഗത്ത് വളരെ അടിയന്തിരമായ ചില പ്രശ്നങ്ങളുമാണ് വിചിന്തന വിഷയമാക്കിയിരിക്കുന്നത്. ഒന്നാം ഭാഗത്ത് 4 അധ്യായങ്ങളാണ് ഉൾച്ചേർത്തിരിക്കുന്നത്. 1 മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം, 2 മനുഷ്യ സമൂഹം, 3 ലോകം മുഴുവനുമുള്ള മനുഷ്യ പ്രയത്നം, 4 ആധുനിക ലോകത്തിൽ സഭയുടെ ദൗത്യം. രണ്ടാം ഭാഗത്തെ 5 അധ്യായങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. 1 വിവാഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മഹത്വം സംരക്ഷിക്കപ്പെടണം. 2 സാംസ്കാരികാഭിവൃദ്ധി വേണ്ടവിധം പ്രോത്സാഹിപ്പിക്കണം. 3 സാമ്പത്തിക സാമൂഹിക ജീവിതം. 4 പൗര സമൂഹത്തിൻ്റെ ജീവിതം. 5 സമാധാന പോഷണവും ജനപദങ്ങളുടെ കൂട്ടായ്മയുടെ പ്രോത്സാഹനവും. ഹ്രസ്വമായ ഉപസംഹാരത്തോടുകൂടി ഈ പ്രമാണരേഖ അവസാനിക്കുന്നു. പ്രാരംഭ വിഷയാവതരണം. തിരുസഭയ്ക്ക് മനുഷ്യവംശം മുഴുവനോടും ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നും ആയതിനാൽ തന്നെ സഭയുടെ അകക്കാമ്പ് സകല മനുഷ്യരെയും അറിയിക്കുകയും സാർവത്രിക മനുഷ്യകുലത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ വിശ്വാസ വെളിച്ചത്തിൽ പഠനവിധേയമാക്കണമെന്നും സഭ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാൻ ലോകത്തിൽ അവതരിച്ച മിശിഹായുടെ ജോലി തുടരുകയാണെന്നുമുള്ള ചിന്തകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രാരംഭ വിഷയാവതരണത്തിലേക്ക് കടക്കുന്നു. ആധുനിക ലോകത്തിൽ മനുഷ്യൻ്റെ പരിതസ്ഥിതിയെക്കുറിച്ചാണ് ആദ്യ ഭാഗം ചർച്ച ചെയ്യുന്നത്. ഒരു വശത്ത് ലോകം അതിൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് നൂതന സാങ്കേതിക വിദ്യകളിലൂടെ വളർച്ചയിലേക്ക് പറന്നുയരുന്നുവെന്ന് തോന്നുകയും മറുവശത്ത് പ്രകൃതി ദുരന്തങ്ങളും യുദ്ധവുമൊക്കെ ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളായി അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു. ഒരേ സമയം പ്രത്യാശയും ഉത്കണ്ഠയും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഈ ദ്വിവിസ്മയ ഗതികളെ മനസ്സിലാക്കുവാനും സമഗ്രമായ വിശകലനം നടത്തി മാനവകുലത്തെ ഒന്നാകെയും ഓരോ വ്യക്തികളെയും ധാർമ്മികവും വിശ്വാസപരവുമായ മൂല്യങ്ങളിലേക്ക് നയിക്കേണ്ടതുമായ ഉത്തരവാദിത്തം തിരുസഭയിലധിഷ്ഠിതമാണ്. എല്ലാവർക്കും വേണ്ടി മരിച്ച് ഉദ്ധാനം ചെയ്ത മിശിഹ തൻ്റെ പരിശുദ്ധാത്മാവ് വഴി മനുഷ്യന് അവൻ്റെ ഉദാത്തമായ വിളിക്ക് പ്രത്യുത്തരിക്കാൻ കഴിയത്തക്ക വിധം പ്രകാശവും ശക്തികളും പ്രദാനം ചെയ്യുന്നുവെന്ന് മിശിഹായുടെ സഭ വിശ്വസിക്കുന്നു. ഭാഗം 1. പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്ന തിരുസഭ കാലത്തിൻ്റെ അടയാളങ്ങൾ വേർതിരിച്ചറിഞ്ഞുകൊണ്ട് ആധുനിക കാലത്തിൻ്റെ സംഭവ വികാസങ്ങളെ വിലയിരുത്തുവാനും മാനുഷികവും മതപരവുമായ സമൂഹത്തിൽ അവളുടെ സാന്നിധ്യം അനുഭവവേദ്യമാക്കുവാനും യത്നിക്കേണ്ടിയിരിക്കുന്നു. അധ്യായം 1. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. എന്നാൽ മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം വഴി അവൻ്റെ തന്നെ സമ്പൂർണ്ണതയിലേക്കുള്ള വിളിക്ക് തടസ്സം സൃഷ്ടിച്ചു. എന്നാൽ ക്രിസ്തുവിലൂടെ മനുഷ്യൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് മോചനമുണ്ടാകുന്നു. എങ്കിലും മനുഷ്യൻ തൻ്റെ ഉദാത്തമായ വിളിയും ലൗകിക അഭിലാഷങ്ങളും തമ്മിലുള്ള സമരത്തിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു.
ഈ സമരവേളയിലും ദൈവസന്നിവേശിതമായ ജ്ഞാനം ഉപയോഗിച്ച് മനുഷ്യൻ നല്ലത് തിരഞ്ഞെടുക്കുവാനുള്ള വിവേകമുണ്ട് എന്നത് ദൈവാനുഗ്രഹം തന്നെ. മനുഷ്യ മനസാക്ഷിയിലെ നിയമങ്ങൾ കണ്ടെത്തി അനുസരിക്കുകയും അതുവഴി ശരിയായ സ്വതന്ത്ര വിനിയോഗത്തിലൂടെ മനുഷ്യനിലുള്ള ദൈവഛായയുടെ ശ്രേഷ്ഠതയെ കണ്ടെത്തുകയും വേണം. ഈ ലക്ഷ്യം പ്രായോഗികമാക്കുവാൻ ദൈവത്തിൻ്റെ പ്രസാദപര സഹായം അനിവാര്യമാണ്. ദൈവത്തെ ഏറ്റുപറയുന്നത് ഒരു തരത്തിലും മനുഷ്യൻ്റെ മഹത്വത്തിന് എതിരല്ല എന്നതിനാൽ നിരീശ്വരത്വത്തിൻ്റെ വകഭേദങ്ങളെ സഭ ശാസിക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ, മിശിഹായുടെ പെസഹ രഹസ്യത്തിൽ സംയോജിപ്പിക്കപ്പെട്ട മനുഷ്യർ പ്രത്യാശയിൽ ധൈര്യപ്പെട്ട് ഉയർപ്പിലേക്ക് കുതിക്കുമ്പോഴാണ് ജീവിത മഹാരഹസ്യം വെളിപ്പെട്ട് കിട്ടുക. അധ്യായം 2. സൃഷ്ടാവ് മനുഷ്യനിൽ ഉല്ലേഖനം ചെയ്തിട്ടുള്ള ആത്മീക ധാർമ്മിക നിയമങ്ങൾ ഉപയോഗിച്ച് മനുഷ്യർ സഹോദര സമ്പർക്കത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണമെന്നത് സുനഹദോസ് ലക്ഷ്യം വയ്ക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യരും സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു കുടുംബമായി തീരണമെന്നാണ്. മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയും അവൻ്റെ സമൂഹത്തിൻ്റെ അഭിവൃദ്ധിയും പരസ്പരം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ആയതിനാൽ തന്നെ പൊതുനന്മ കൂടുതൽ സാർവത്രികമായി തീരേണ്ടത് അനിവാര്യമാണ്. മനുഷ്യ വ്യക്തിത്വത്തോടുള്ള ബഹുമാനത്തിലും എതിരാളികളോടുള്ള ബഹുമാനത്തിലും സകല മനുഷ്യരും തമ്മിലുള്ള സത്താപരമായ സമത്വവും സാമൂഹിക നീതിയും പരിപോഷിപ്പിക്കുന്നതിലും സ്വാർത്ഥ വ്യക്തി ധാർമ്മികതകൾ വെടിഞ്ഞ് ഉത്തരവാദിത്ത ബോധത്തോടെയും സമൂഹ നന്മയുടെ ഭാഗഭാഗിത്വത്തോടെയും ഓരോരുത്തരും തങ്ങളുടെ മനസാക്ഷിക്കനുസൃതം പ്രവർത്തിക്കേണ്ടതാണ്. മനുഷ്യാവതാരം ചെയ്ത വചനം തന്നെ മനുഷ്യകുലത്തിൽ പങ്കുചേർന്നുകൊണ്ട് മനുഷ്യരുടെ കൂട്ടായ്മയുടെ പ്രാധാന്യത്തെ എടുത്തു കാട്ടുന്നു. അധ്യായം 3. ലോകം മുഴുവനുമുള്ള മനുഷ്യപ്രയത്നങ്ങളെ വളരെ ശ്രദ്ധയോടും മൂല്യത്തോടുമാണ് സഭ കാണുന്നത്. മതപരവും ധാർമ്മികവുമായ തത്വങ്ങളുടെ ഉറവിടമായ സഭ മനുഷ്യവംശത്തെ അലട്ടുന്ന നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരമേകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വ്യക്തിപരവും സാമൂഹികപരവുമായ മനുഷ്യാധ്വാനം ദൈവേഷ്ടത്തിൻ്റെ നിറവേറ്റലായി കാണുകയും മനുഷ്യകുലത്തിൻ്റെ വിജയങ്ങൾ ദൈവമഹത്വത്തിൻ്റെ അടയാളങ്ങളും അവിടുത്തെ ഇഷ്ടത്തിൻ്റെ അവാച്യമായ ഫലവുമാണെന്ന് മനസ്സിലാക്കണം. മനുഷ്യപ്രയത്നം വഴി അവർ തങ്ങളെ തന്നെ പൂർണ്ണരാക്കുന്നു. പാപത്താൽ പങ്കിലമായ മനുഷ്യപ്രവർത്തനങ്ങൾ മിശിഹായുടെ പെസഹ രഹസ്യത്താൽ സമ്പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുന്നു. ഭൂമിയുടെയും മനുഷ്യകുലത്തിൻ്റെയും അവസാനത്തെ സമയത്തിനായും ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശവും സംജാതമാകുന്നതിനായും നാം പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. അധ്യായം 4. ഈ ലോകത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യമെന്ന നിലയ്ക്ക് സഭയ്ക്ക് രക്ഷാകരവും അധ്യാത്മകവുമായ ലക്ഷ്യമാണുള്ളത്. സഭ ഓരോ വ്യക്തിക്കും തൻ്റെ അന്തിമ ലക്ഷ്യമായ ദൈവത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കി കൊടുക്കുന്നതിൽ തൽപരയാണ്. മിശിഹ തൻ്റെ സഭയെ ഭരമേൽപ്പിച്ച മതപരമായ തലത്തിലുള്ള ദൗത്യമനുസരിച്ച് മനുഷ്യ സമൂഹത്തെ ദൈവീക നിയമമനുസരിച്ച് രൂപവത്കരിക്കുവാനും സുസ്ഥിരമാക്കുവാനുമുള്ള ദൗത്യം സഭ ഏറ്റെടുക്കുന്നു. അതോടൊപ്പം തന്നെ ലൗകിക കടമകൾ ചെയ്യുവാൻ ഓരോ വ്യക്തിയും കടപ്പെട്ടിരിക്കുന്നു എന്നും സഭ ഓർമ്മിപ്പിക്കുന്നു. സഭയെ ചരിത്രത്തിൻ്റെ ഉത്തേജന ശക്തിയായി അംഗീകരിക്കുന്നത് ലോകത്തിന് പ്രയോജനപ്രദമാകും പോലെ മനുഷ്യകുലത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും സദയം നന്മകൾ സ്വീകരിക്കുന്നു എന്നത് വിസ്മരിക്കാനാവില്ല. ഇത്തരത്തിലുള്ള സഹായം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് ദൈവരാജ്യം സമാഗതമാകുവാനും മനുഷ്യകുലം മുഴുവൻ്റെയും രക്ഷ സംസ്ഥാപിതമാക്കുവാനും വേണ്ടിയാണ്. ഭാഗം 2. സുവിശേഷത്തിൻ്റെയും മാനുഷിക പരിചയത്തിൻ്റെയും വെളിച്ചത്തിൽ മനുഷ്യകുലത്തെ അങ്ങേയറ്റം സ്പർശിക്കുന്ന അധുനാതനവും വളരെ അടിയന്തരവുമായ ചില പ്രശ്നങ്ങളിലേക്ക് ഈ ഭാഗം നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു. പല പ്രശ്നങ്ങളിലും താഴെ പറയുന്ന കാര്യങ്ങൾ അനുസ്മരിക്കേണ്ടതും സങ്കീർണ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിൽ താഴെ പറയുന്ന ബോധ്യങ്ങളിലേക്ക് വളരേണ്ടതും അനിവാര്യമാണ്. അധ്യായം 1. വിവാഹത്തിൻ്റെ കുടുംബത്തിൻ്റെ മഹത്വം സംരക്ഷിക്കപ്പെടണം. വിവിധ നന്മകളാലും ലക്ഷ്യങ്ങളാലും ധന്യമായ വിവാഹത്തിൻ്റെ സ്ഥാപകൻ ദൈവം തന്നെയായതിനാൽ വിവാഹ ഉടമ്പടിയെ പവിത്രമായി കരുതേണ്ടതാണ്. ക്രിസ്തീയ കുടുംബങ്ങൾ മിശിഹായുടെയും സഭയുടെയും സ്നേഹത്തിൻ്റെ ഉടമ്പടിയുടെ പ്രതിച്ഛായയും പങ്കുപറ്റലുമായ വിവാഹത്തിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ്. ദാമ്പത്യ സ്നേഹവും വൈവാഹിക ഫലപ്രാപ്തിയും ഏറെ വിലപ്പെട്ടതായി കരുതേണ്ടതുണ്ട്. ജീവൻ പ്രത്യുത്പാദിപ്പിക്കുന്നതിനും ശരിയായ ദാമ്പത്യ സ്നേഹം വളർത്തുന്നതിനുമുള്ള ദൈവ നിയമങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടാകാൻ സാധ്യമല്ലെന്ന് സഭ ഓർമ്മിപ്പിക്കുന്നു.
ചുരുക്കത്തിൽ വിവാഹത്തെയും കുടുംബത്തെയും എല്ലാവരും പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കണം. അധ്യായം 2. പ്രകൃതിയിലെ നന്മകളും മൂല്യങ്ങളും സാംസ്കാരിക വഴിയല്ലാതെ യാഥാർത്ഥ്യവും പൂർണ്ണവുമായ മനുഷ്യത്വം പ്രാപിക്കുവാൻ സാധിക്കാത്തതിനാൽ സാംസ്കാരിക അഭിവൃദ്ധി വേണ്ടവിധം പ്രോത്സാഹിപ്പിക്കണം. പുതിയ ജീവിത രീതികൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മനുഷ്യകുലത്തിൻ്റെ ആധ്യാത്മികവും ധാർമ്മികവുമായ പക്വതയ്ക്ക് മനുഷ്യൻ തന്നെ പ്രാധാന്യം നൽകേണ്ടതാണ്. സംസ്കാരം വേണ്ടവിധം പുരോഗമിപ്പിക്കാൻ വേണ്ടി വിശ്വാസവും സംസ്കാരവും തമ്മിൽ ബന്ധിപ്പിക്കുകയും മിശിഹായുടെ നല്ല സന്ദേശവും മനുഷ്യ സംസ്കാരവും തമ്മിലുള്ള വൈവിധ്യമാർന്ന ബന്ധം നിലനിർത്തുകയും മനുഷ്യ സംസ്കാരത്തിൻ്റെ വിവിധ രൂപങ്ങളുടെ സമന്വയം നടത്തപ്പെടുകയും വേണം. സംസ്കാരം സംബന്ധിച്ച് ക്രിസ്ത്യാനികൾക്കുള്ള അടിയന്തര കർത്തവ്യങ്ങൾ: 1. സംസ്കാരത്തിൻ്റെ സത്ഫലങ്ങൾ എല്ലാവർക്കും വേണ്ടി അംഗീകരിക്കപ്പെടുകയും പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യുന്നതിനുള്ള അവകാശവും. 2. മനുഷ്യൻ്റെ സമഗ്ര സാംസ്കാരിക പരിശീലനവും. 3. മാനുഷികവും പൗരത്വപരവുമായ സംസ്കാരവും ക്രിസ്തീയ സംവിധാനവും തമ്മിലുള്ള സമഞ്ജസ സംക്രമണവും ഉൾപ്പെടുന്നു. അധ്യായം 3. മനുഷ്യൻ സാമ്പത്തിക സാമൂഹിക ജീവിതത്തിൻ്റെ ഉടമയും കേന്ദ്രവും ലക്ഷ്യവുമായതിനാൽ സാമ്പത്തിക സാമൂഹിക ജീവിതത്തിലും മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ മഹത്വവും അതിൻ്റെ സമഗ്രമായ വിളിയും സമൂഹം മുഴുവൻ്റെയും നന്മയും വളർത്തേണ്ടതുണ്ട്. സാമ്പത്തിക പുരോഗതി സമഗ്ര മനുഷ്യൻ്റെ സേവനത്തിന് വേണ്ടിയുള്ളതാവണം. സ്വാർത്ഥപരമാകാതെ സാമ്പത്തിക അഭിവൃദ്ധി മനുഷ്യൻ്റെ നിയന്ത്രണത്തിൽ നിലനിൽക്കേണ്ടതാണ്. സാമ്പത്തിക സാമൂഹിക രംഗത്തെ ബൃഹത്തായ അസമത്വങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുകയും വേണം. സാമ്പത്തിക സാമൂഹിക ജീവിതം മുഴുവനെയും നിയന്ത്രിക്കുന്ന ചില തത്വങ്ങളായ ഭൗതിക വസ്തുക്കളുടെ സർവ്വലൗകികമായ അവകാശത്തെപ്പറ്റിയും സാമ്പത്തിക സംരംഭങ്ങളിലുള്ള ഭാഗഭാഗിത്വത്തെപ്പറ്റിയും തൊഴിലിൻ്റെയും തൊഴിലിടങ്ങളിലെ വിശ്രമത്തിൻ്റെ മഹത്വത്തെപ്പറ്റിയും നിക്ഷേപ സമാഹരണത്തിൻ്റെയും പണമിടപാടുകളുടെയും ധാർമ്മിക ബോധത്തെപ്പറ്റിയും സ്വകാര്യ സ്വത്തവകാശത്തിൻ്റെ ധാർമ്മികമായ ഉപയോഗത്തെപ്പറ്റിയും എല്ലാവരും ബോധവാന്മാരായിരിക്കേണ്ടതാണ്. മിശിഹായെ അനുകരിക്കുന്ന എല്ലാവരും ദൈവരാജ്യം അന്വേഷിക്കുകയും അതിൽ നിന്ന് സ്നേഹശക്തി സ്വീകരിച്ച് സാമ്പത്തിക സാമൂഹിക പുരോഗതിയിൽ ക്രിയാത്മകമായ പങ്കുവഹിക്കുകയും ചെയ്യുന്നു. അധ്യായം 4. എല്ലാവരുടെയും പൗരസ്വാതന്ത്ര്യത്തിൻ്റെ വിനിയോഗത്തിലും പൊതുസമ്പത്ത് അനുഭവിക്കുന്നതിലും പൗരന്മാരും പൊതു അധികാരികളും തമ്മിലുള്ള ബന്ധങ്ങൾ ക്രമപ്പെടുത്തുന്നതിലും അടങ്ങിയിരിക്കുന്ന അവകാശങ്ങളും കടമകളും സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കേണ്ടതാണ്. പൗരസമൂഹത്തിൻ്റെ പൊതു അധികാര സംവിധാനം മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പ്രയോജനത്തിനു വേണ്ടി എപ്പോഴും സംസ്കാരചിത്തരും സകലരോടും സന്മനോഭാവമുള്ളവരുമായി മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ സഹകരിക്കണം. പൊതു നന്മയ്ക്കു വേണ്ടി പൊതുജീവിതത്തിൽ എല്ലാവരുടെയും ഭാഗഭാഗ്യത്വം ഉണ്ടായിരിക്കണം. രാഷ്ട്രീയ സമൂഹവും സഭയും അതതിൻ്റെ രംഗത്ത് പരസ്പരം സ്വതന്ത്രവും സ്വയം ഭരണാവകാശമുള്ളതാണെങ്കിലും രണ്ടും ഒരേ മനുഷ്യൻ്റെ വ്യക്തിപരവും സാമൂഹികപരവുമായ വിളിക്ക് സേവനമനുഷ്ഠിക്കുന്നു. അധ്യായം 5. ഈ സുനഹദോസ് യഥാർത്ഥവും മഹത്തരവുമായ സമാപനത്തിൻ്റെ ചിന്ത വെളിവാക്കിക്കൊണ്ടും യുദ്ധത്തിൻ്റെ ഭയാനകതയെ ശപിച്ചുകൊണ്ടും സമാധാനത്തിൻ്റെ ഉടമസ്ഥനായ മിശിഹായുടെ സഹായത്താൽ എല്ലാ മനുഷ്യരോടും കൂടി നീതിയിലും സ്നേഹത്തിലുമുള്ള സമാധാനം അവർ നമ്മിൽ ഉറപ്പിക്കുന്നതിന് സഹകരിക്കണമെന്ന് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്നു. ശാസ്ത്രീയ യുദ്ധോപകരണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്തിൽ പൂർണ്ണയുദ്ധത്തെ ഈ സുനഹദോസ് അപലപിക്കുകയും ചെയ്യുന്നു. യുദ്ധോപകരണങ്ങൾ കൂട്ടിവെക്കുന്നതിനുള്ള നെട്ടോട്ടവും യുദ്ധത്തിൻ്റെ സമ്പൂർണ്ണ നിരോധനവും യുദ്ധം ഒഴിവാക്കാനുള്ള അന്താരാഷ്ട്ര പ്രവർത്തനവും കണക്കിലെടുക്കേണ്ടതാണ്. അന്താരാഷ്ട്ര സമൂഹ സൃഷ്ടിക്കു വേണ്ടി ഭിന്നതകളുടെ കാരണങ്ങൾ കണ്ടെത്തി സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം. സാമ്പത്തിക രംഗം, ജനസംഖ്യാ വർധന എന്നീ മേഖലകളിൽ അന്താരാഷ്ട്ര സഹകരണം മെച്ചപ്പെടുത്തണം. അന്താരാഷ്ട്ര സമൂഹത്തിലും അന്താരാഷ്ട്ര പ്രസ്ഥാനങ്ങളിലും സഭയുടെ ക്രിയാത്മകമായ സാന്നിധ്യമുണ്ടായിരിക്കണം. ഉപസംഹാരം: സഭയുടെ സിദ്ധാന്തങ്ങളുടെ കലവറയിൽ നിന്ന് ഈ പ്രമാണരേഖ മുന്നോട്ട് വയ്ക്കുന്നവ എല്ലാ മനുഷ്യരെയും സഹായിക്കുവാൻ ലക്ഷ്യം വയ്ക്കുന്നു. ഓരോരുത്തരും തങ്ങളുടെ സമഗ്രമായ വിളി തിരിച്ചറിഞ്ഞ് ലോകത്തെ മനുഷ്യരുടെ മഹത്വത്തിനധിഷ്ഠിതമായ കർമ്മങ്ങളിൽ ഏർപ്പെടുകയും മാനവ സാഹോദര്യം അഭിലഷിക്കുകയും സംഘടിതമായ പ്രവർത്തനം വഴി ഇക്കാലയളവിലെ അടിയന്തരാവശ്യങ്ങൾക്ക് പ്രത്യുത്തരിക്കുകയും ചെയ്യേണ്ടതാണ്.
സ്നേഹാത്മക ചൈതന്യത്തോടെ ജൂബിലി നിറവിലായിരിക്കുന്ന നമുക്ക് ഗൗതിയും എക്സ്പ്രസ് മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങളെ കാലത്തിൻ്റെ അടയാളങ്ങൾക്കനുസൃതമായി പ്രത്യാശയോടും സമഗ്രതയോടും കൂടി ജീവിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യാം.